നമസ്കാരം, ഏവർക്കും ന്യൂസ് ബി ചാനലിന്റെ കുപ്പിക്കാസും കോലുമിഠായും പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നഹാന ഞങ്ങള് ചെറുപുഴ ന്യൂസ് ബി ചാനലിൽ നിന്ന് വരുവാണ്. ഞങ്ങളുടെ ഒരു പ്രോഗ്രാമാണ് കുപ്പിക്ലാസും കോലുമിഠായും. അപ്പം ഞങ്ങൾ ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു തേനീച്ച, തേനൊക്കെ ഇഷ്ടല്ലേ, കഴിക്കാറുണ്ടല്ലേ? അപ്പം ഒരു തേനീച്ച ജീവിതകാലം മൊത്തം എത്ര തേൻ ശേഖരിക്കും? ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരു തേനീച്ച ജീവിതകാലം മുഴുവൻ എത്ര തേനായിരിക്കും ശേഖരിക്കാം? എത്ര അളവ്? ഓപ്ഷൻസ് പറയാം. 5 ടേബിൾ സ്പൂൺ, 10 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ. 5, 10, 3, 1. ഇതിലേതായിരിക്കും? ജീവിതകാലം മുഴുവൻ ആ തേനീച്ച എത്ര അളവ് തേനായിരിക്കും ശേഖരിച്ചിട്ടുണ്ടാവുക? 5 ഉണ്ട്, 10 ഉണ്ട്. ജീവിതകാലം മുഴുവൻ എന്നൊക്കെ പറയുമ്പോ 1. ശരിയാ. ഞാൻ വിചാരിച്ചു 10 എന്നൊക്കെ പറയായിരിക്കും വിചാരിച്ചു. പക്ഷെ എന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് നഹാന കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നു. 1 ടേബിൾ സ്പൂൺ തേനാണ് ഒരു തേനീച്ച ജീവിതകാലം മുഴുവൻ ശേഖരിക്കുന്നത്. അപ്പം നഹാനയ്ക്ക് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് നൽകുന്ന ഒരു ആകർഷകമായ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. പേരാണ് മുഫീദ്. അപ്പൊ ഞങ്ങള് ചെറുപുഴ ന്യൂസ് ബി ചാനലിൽ നിന്ന് വരുവാണ്. അപ്പൊ ഞങ്ങളുടെ പരിപാടിയാണ് കുപ്പി ക്ലാസ് കോലുമിഠായി. മൊബൈലൊക്കെ ഉപയോഗിക്കുന്നല്ലേ? SMS ഒക്കെ ചെയ്യാറുണ്ടോ? പണ്ട് നമ്മളെല്ലാം ഫുൾ വാട്സപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ആദ്യമായി SMS ചെയ്ത വാക്ക് ഏതാണ്? ഓപ്ഷൻസ് പറയാം. ഗുഡ് നൈറ്റ്, ഗുഡ് ലക്ക്, ഹാപ്പി ന്യൂ ഇയർ, മേരി ക്രിസ്മസ്. ലോകത്തിൽ ആദ്യമായിട്ട് SMS ചെയ്ത വാക്ക് ഏതാണ്? ഗുഡ് നൈറ്റ്, ഗുഡ് ലക്ക്, ഹാപ്പി ന്യൂ ഇയർ, മേരി ക്രിസ്മസ്. ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കല്ലേ? മേരി ക്രിസ്മസ്. ഭയങ്കര ജിക്കാണ് കേട്ടോ. മുഫീദ് അല്ലേ? അപ്പം ഉത്തരം ശരിയാണ്. അപ്പം മുഫീദിന് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് നൽകുന്ന അടിപൊളി ആകർഷകമായ സമ്മാനമുണ്ട്. പേരെന്നായിരുന്നു? രേഷ്മ. രോഹിത് അല്ലെ? ഞങ്ങള് ചെറുപുഴ ന്യൂസ് ബി ചാനലിൽ നിന്ന് വരുവാ. അപ്പൊ ഞങ്ങളുടെ ഒരു പരിപാടിയാണ് കുപ്പി ക്ലാസും കോലുമിഠായി എന്ന് പറഞ്ഞ പ്രോഗ്രാമാണിത്. അപ്പൊ ഇതിൽ ഞങ്ങള് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ചോദിക്കട്ടെ? റെഡി അല്ലേ? അടയിരിക്കുന്ന ആൺപക്ഷി ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, വിഷമിക്കേണ്ട. അടയിരിക്കുന്ന ആൺപക്ഷി ഏതാണ്? ഓപ്ഷൻസ് പറയാം. കോഴി, പരുന്ത്, ഒട്ടകപ്പക്ഷി, കാക്ക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വീട്ടിൽ കോഴി ഉണ്ടല്ലോ, കോഴി അടയിരിക്കാറുണ്ടോ? ആരാ അടയിരിക്കുന്ന അറിയാം. അപ്പം അടുത്ത ഓപ്ഷൻ പരുന്താണ്. അല്ല, നിങ്ങൾ വീട്ടിലേക്കല്ല, നമുക്ക് പുറത്ത് കാണാലോ. കോഴി, പരുന്ത്. എന്നാലും ആലോചിച്ച് നോക്ക്. കോഴി, പരുന്ത്, ഒട്ടകപ്പക്ഷി, കാക്ക. ഒട്ടകപ്പക്ഷി ശരിയാണ്. രോഹിത് എന്നല്ല പേര് പറയാം. രോഹിത്തിന് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് നൽകുന്ന ഒരു ആകർഷകമായ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ചേച്ചി പേരല്ല? പ്രിൻസി അല്ല. ഞങ്ങള് ചെറുപുഴ ന്യൂസ് ബി ചാനലിൽ നിന്ന് വരുവാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു പ്രോഗ്രാമാണ് കുപ്പി ക്ലാസും കോലുമിഠായി. ചെറിയ അപ്പൊ ഞങ്ങൾ ഏതായാലും ചോദ്യം ചോദിക്കട്ടെ? മനുഷ്യർ ആദ്യമായി അല്ലല്ല അറിയാണ്ട് പെട്ടെന്ന് കിട്ടും. ഓപ്ഷൻസ് ഉണ്ട്, പേടിക്കേണ്ട. മനുഷ്യർ ആദ്യമായി സ്വയം ഉണ്ടാക്കിയെടുത്ത ഭക്ഷണം. ഓപ്ഷൻസ് പറയാം. ബിസ്ക്കറ്റ്, ഐസ്ക്രീം, ബ്രെഡ്, ചോക്ലേറ്റ്. മനുഷ്യർ ആദ്യമായി സ്വയം ഉണ്ടാക്കിയെടുത്ത ഭക്ഷണം. ബിസ്ക്കറ്റ്. ഇത് റിലേറ്റഡ് ഇതാണോ? അല്ലല്ല, ശരിക്കുള്ള ചോദ്യം. ബിസ്ക്കറ്റ്, ഐസ്ക്രീം, ബ്രെഡ്, ചോക്ലേറ്റ്. ബ്രെഡ് ശരിയാ. ചേച്ചിയുടെ പേര് പറഞ്ഞു എന്നല്ല പറഞ്ഞേ. അപ്പൊ ചേച്ചിക്ക് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് നൽകുന്ന ഒരു ആകർഷകമായ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. പേരെന്നാ? നിമിഷ. ഞങ്ങള് ചെറുപുഴ ന്യൂസ് ബി ചാനലിൽ നിന്ന് വരുവാണ്.
അപ്പൊ ഞങ്ങളുടെ ഒരു പ്രോഗ്രാമാണ് കുപ്പി ക്ലാസും കോലുമിഠായി എന്ന് പറയുന്നത്. ഞങ്ങൾ ഇതിലെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ചോദിക്കട്ടെ? ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ഏതാണ്? ഐസ്ക്രീം ഇഷ്ടമാണോ? മോക്ക് ഇഷ്ടമാണ് ഐസ്ക്രീം? അപ്പോ ഐസ്ക്രീം കണ്ടുപിടിച്ച ഇനിയിപ്പോ ഐസ്ക്രീം വേണമെന്ന് പറയോ? ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻസ് പറയാം. ജർമ്മനി, അമേരിക്ക, ഇന്ത്യ, ചൈന. ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ജർമ്മനി, അമേരിക്ക, അറിയില്ല. ജർമ്മനി, ചൈന. ചൈന ശരിയാണ്. നിമിഷ എന്നുള്ള പേര് പറഞ്ഞേ. അപ്പൊ നിമിഷ ചേച്ചിക്ക് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് നൽകുന്ന ഒരു ആകർഷകമായ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. മോളുടെ പേരെന്നാ? ഋതുനന്ദ. ഋതുനന്ദ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്സിലാ. ചേച്ചി ഞങ്ങള് ന്യൂസ് പി ചാനലിൽ നിന്ന് വരുവാണേ. അപ്പൊ ഞങ്ങളുടെ ഒരു പരിപാടിയാണ് കുപ്പിയും ക്ലാസും കോലുമിഠായി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഞങ്ങള് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ചോദിക്കട്ടെ? ഈ പഠിക്കാൻ എളുപ്പമുള്ള ചോദ്യ. എളുപ്പമുള്ള ചോദ്യം, ഉത്തരം കിട്ടും. ലോകത്തിൽ ചോദിക്കട്ടെ ഒന്ന് നോക്ക് ചേച്ചി, എളുപ്പമുള്ള ചോദ്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന മാംസം. ഓപ്ഷൻസ് ഉണ്ട്. ബീഫ്, പോർക്ക്, ചിക്കൻ, മട്ടൺ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന മാംസം ഏതാണ്? ബീഫ്, പോർക്ക്, ചിക്കൻ, മട്ടൺ. ബീഫ് അല്ല. അപ്പൊ ഇനി ഒരു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഏത് മാംസമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്നത്? ഓപ്ഷൻസ് പറയാം. ബീഫ്, പോർക്ക്, ചിക്കൻ, മട്ടൺ. ചിക്കൻ അല്ല, ഉത്തരം പോർക്കാണ്. അപ്പൊ വേറൊരു ചോദ്യം ചോദിക്കാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഭക്ഷണം. ഓപ്ഷൻസ് അരി, ഗോതമ്പ്, ചോളം, ഓട്സ്. അരിയാണ്. അപ്പം പേര് സൗമ്യ എന്നല്ലേ പറഞ്ഞു? അപ്പൊ സൗമ്യ ചേച്ചിക്ക് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് നൽകുന്ന ഒരു ആകർഷകമായ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ചേട്ടാ പേരെന്നാ? എന്റെ പേര് നാരായണൻ. ചേട്ടാ ഞങ്ങള് ന്യൂസ് പി ചാനലിൽ വരുവാണ്, ചെറുപുഴ. അപ്പൊ ഞങ്ങളുടെ ഒരു പരിപാടിയാണ് കുപ്പി ക്ലാസും കോലുമിഠായി എന്ന് പറയുന്ന ഒരു പരിപാടിയാണിത്. അപ്പൊ ഞങ്ങൾ ഇതില് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇതാണ്. അപ്പൊ അങ്ങനെയാണ് ചോദ്യം ചോദിക്കട്ടെ? മറ്റു പാമ്പുകളെ ഭക്ഷണമാക്കുന്ന പാമ്പ്. ഓപ്ഷൻസ് ഉണ്ട്. രാജവെമ്പാല, അണലി, മൂർഖൻ, മണ്ഡലി. മറ്റു പാമ്പുകളെ ഭക്ഷണമാക്കുന്ന പാമ്പ് ഏതാണ്? ശരിയാണ്. അപ്പോ നാരായണ ചേട്ടന് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് നൽകുന്ന ഒരു ആകർഷകമായ സമ്മാനം ലഭിച്ചിട്ടുണ്ട്.